അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കിയാലോ? അതായത് ബേസിക് സയൻസ് 6th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിന്റെ 5th ചാപ്റ്റർ നമുക്ക് നോക്കാം. പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ. ഇതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ഇതിൽ പറയുന്നത് ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളെയാണ് എന്ത് പറയുന്നത്? മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളെയാണ് മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. ഈ ടെക്സ്റ്റിലൊക്കെ മെയിൻ ആയിട്ടും ഇതുപോലുള്ള പോയിന്റ്സ് ഒക്കെ ബോക്സിലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളത് അവർക്ക് ആക്ടിവിറ്റി പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതുപോലുള്ള ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള പോയിന്റ്സ് മാത്രം പറയുന്നത്. അതായത് നമുക്ക് എല്ലാം ഒന്ന് വായിച്ച് പോകേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലായനികളിലെ വൈവിധ്യമാണ്. വാതകം ഖരപദാർത്ഥങ്ങളിൽ ലയിച്ചുണ്ടാകുന്ന ലായനികളും ഖരപദാർത്ഥം മറ്റൊരു ഖരപദാർത്ഥത്തിൽ ലയിച്ചുണ്ടാകുന്ന ലായനികളും ഉണ്ട്. എന്തൊക്കെയാണ്? ഖരം വാതകത്തിൽ ലയിച്ചുണ്ടാകുന്ന ലായനികളുമുണ്ട്. ഒരു ഖരപദാർത്ഥം മറ്റൊരു ഖരപദാർത്ഥത്തിൽ ലയിച്ചുണ്ടാകുന്ന ലായനികളുമുണ്ട്. പല്ലേഡിയം എന്നൊരു ഖരവും ഹൈഡ്രജൻ എന്ന വാതകവും ചേർന്നുണ്ടാകുന്ന ലായനി എന്ന് പറയുന്നൊരു ഖരവാതക ലായനിയാണ്. ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്വർണം, പിച്ചള, വെങ്കലം തുടങ്ങിയ ലോഹസങ്കരങ്ങൾ മറ്റൊരു ഖരത്തിൽ ലയിച്ച ലായനികളാണ്. എന്തൊക്കെയാണ്? സ്വർണം, പിച്ചള, വെങ്കലം തുടങ്ങിയ ലോഹസങ്കരങ്ങൾ മറ്റൊരു ഖരപദാർത്ഥത്തിൽ എന്താണ്? ലയിച്ച ലായനികളാണ്. അതായത് എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ 916 സ്വർണം എന്ന് പറയുന്നത് 1000 ഗ്രാം സ്വർണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 916 ഗ്രാം സ്വർണവും ബാക്കി 84 ഗ്രാം മറ്റു ലോഹങ്ങളും, അതായത് ചെമ്പും വെള്ളിയും ചേർത്തുണ്ടാക്കുകയാണ്. ഇപ്പം 916 ഗ്രാം സ്വർണവും ബാക്കി 84 ഗ്രാം എന്താണ്? സ്വർണവും വെള്ളിയും ചേർത്തുണ്ടാക്കുന്നതാണ് എന്ത്? 916 സ്വർണം എന്ന് നാം പറയുന്നത്. ഇതൊരു ഖരലായനിയാണ്. അതായത് ഒരു ഖരപദാർത്ഥം മറ്റൊരു ഖരപദാർത്ഥത്തിൽ ലയിച്ചുണ്ടാകുന്ന ലായനിയാണ്. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഏകാത്മക മിശ്രിതങ്ങളും ഭിന്നാത്മക മിശ്രിതങ്ങളും. ഹോമോജീനിയസ് മിക്സേഴ്സ് ആൻഡ് ഹെട്രോജീനിയസ് മിക്സേഴ്സ്. ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവമാണ് ഉള്ളെങ്കിൽ അത്തരം മിശ്രിതങ്ങളാണ് ഇത് ഹോമോജീനിയസ് അല്ലെങ്കിൽ ഏകാത്മക മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. ഒരു മിശ്രിതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സ്വഭാവമാണ് ഉള്ളതെങ്കിൽ അത്തരം മിശ്രിതങ്ങളെയാണ് ഭിന്നാത്മക മിശ്രിതങ്ങൾ അല്ലെങ്കിൽ ഹെട്രോജീനിയസ് മിക്സേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഈ ടെക്സ്റ്റ് ബോക്സിനകത്ത് നമ്മുടെ വായുവിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളും അതിന്റെ അളവ് എത്രത്തോളം ഉണ്ടെന്നാണ് കാണിച്ചിരിക്കുന്നത്. അതായത് നൈട്രജൻ എന്ന് പറയുന്ന വാതകം 78%. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള ഏതാണ്? നൈട്രജൻ ആണ്. അതായത് 78%-ഓളം നൈട്രജൻ ആണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവെന്ന് പറയുന്നത് 0.04% ആണ് കാർബൺ ഡൈ ഓക്സൈഡിന്. അതുപോലെ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ അളവ് 21%. മറ്റുള്ളവയാണ് 0.96% ആണ് മറ്റുള്ള വാതകങ്ങൾ. അപ്പൊ ഏറ്റവും കൂടുതൽ ഏതാണ് അന്തരീക്ഷത്തിലുള്ളത്? നൈട്രജൻ. എത്ര പെർസെൻറ്റേജ്? 78%. ഇനി ബേസിക് ആയിട്ടൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയ അതിന്റെ ഏറ്റവും ചെറിയ തന്മാത്രയാണ് എന്ത്? അല്ല, കണികയാണ് എന്ത്? തന്മാത്ര എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയ അതിന്റെ തന്നെ ഏറ്റവും ചെറിയ കണികയാണ് എന്ത്? തന്മാത്ര. എല്ലാ പദാർത്ഥങ്ങളും തന്മാത്രകളാൽ എന്താണ്? നിർമ്മിതവുമാണ്. അപ്പം എല്ലാ പദാർത്ഥങ്ങളും തന്മാത്രകളാൽ നിർമ്മിതവുമാണ്. ആ ഏറ്റവും ചെറിയ കണികയ്ക്ക് പറയുന്നതാണ് എന്ത്? തന്മാത്ര എന്ന്. ഇനി നമ്മുടെ ശരീരത്തിനുള്ളിലെ മാലിന്യ വേർതിരിക്കൽ പ്രക്രിയ എന്താണെന്ന് നോക്കാം. രക്തത്തിൽ നിന്നും മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്ന അരിപ്പകളാണ് ആര്? വൃക്കകൾ എന്ന് പറയുന്നത്. നമ്മുടെ രക്തത്തിൽ നിന്നും മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്ന അരിപ്പകളാണ് എന്ത്? വൃക്കകൾ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 5 ലിറ്റർ രക്തമാണുള്ളത്. ഈ രക്തം നിരന്തരമായി നമ്മുടെ വൃക്കകളിൽ കൂടി അരിക്കലിന് വിധേയമാകുന്നു. ഇത് ശരീരത്തിന് സ്വാഭാവികമായി നടക്കുന്ന വേർതിരിക്കൽ പ്രക്രിയയാണ്. ഈ വൃക്കകൾക്ക് തകരാറ് സംഭവിച്ചാൽ എന്ത് ചെയ്യും? ഈ അരിക്കൽ പ്രക്രിയ കുറഞ്ഞ് രോഗി ഒരു ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകും. അപ്പൊ ഇത്തരം രോഗികളെ സഹായിക്കുന്നതിന് കൃത്രിമ അരിക്കൽ പ്രക്രിയ ഡയാലിസിസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? അരിക്കൽ പ്രക്രിയ ചെയ്യുന്നത്. അതായത് നമ്മുടെ വൃക്ക എന്ത് ചെയ്താണ്? ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ബ്ലഡിനെ ഇങ്ങനെ അരിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ രക്തത്തിലുള്ള മാലിന്യങ്ങളെ. അപ്പൊ ഈ വൃക്ക അങ്ങ് കംപ്ലൈന്റ് ആയിപ്പോയാൽ എന്ത് ചെയ്യും? ആ അരിക്കൽ പ്രക്രിയ കുറഞ്ഞ് രോഗി എന്താകും? ഒരു ഗുരുതരമായ അവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ നമ്മൾ ചെയ്യുന്ന കൃത്രിമ അരിക്കൽ പ്രക്രിയയാണ് എന്ത്? ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ് ഈ നൈട്രജന്റെ ഒക്കെ അളവ്. അല്ലെന്നുണ്ടെങ്കിൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് വാതകമാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നൈട്രജൻ ആണ്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാനായിട്ട് ചാൻസ് ഉള്ളത്.